നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. ഓം ശുദ്ധ ബ്രഹ്മപരാത്പരവും ശ്രേഷ്ഠമായതിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായതും ശുദ്ധമായതുമായ ഈശ്വര സ്വരൂപം പ്രണവമാകുന്നു, ഓംകാരമാകുന്നു. പ്രണവമന്ത്രത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് നാം ഇപ്പോൾ കേട്ടത്. നമുക്ക് ജ്ഞാനപാന അമൃതത്തിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ച വരികളിൽ കർമ്മങ്ങൾ 3 വിധമുണ്ടെന്നും അവയെപ്പറ്റിയുമാണ് പറഞ്ഞതെങ്കിൽ ഇനി അടുത്തതായി തുടർന്ന് വരുന്നത് കർമ്മത്തിൻ്റെ കാര്യം തന്നെയാണ്. ബ്രഹ്മവാദിയായി ചേറുമ്പുളം കർമ്മബന്ധന്മാരെന്നതറിഞ്ഞാലും ഭുവനങ്ങളെ സൃഷ്ടിക്കയെന്നതു ഭുവനാന്ത്യപ്രളയം കഴിവുളും കർമ്മപാശത്തെ ലംഘിക്കയെന്നതു ബ്രഹ്മാവിന്നു മെളുതല്ല നിർണയം. ദിക്പാലന്മാരും ഔവണ്ണമോരോരോ ദിക്കു തോറും തളച്ചു കിടക്കുന്നു. അല്പകർമ്മികളാകിയ നാമെല്ലാം അല്പകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പുക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ. എല്ലാത്തിനും ആധാരം കർമ്മമാണ് എന്നാണ് കവി പറയുന്നത്. ബ്രഹ്മാവ് ഉദാഹരണമായി പറയുന്നതാണ്. ബ്രഹ്മാവ് തുടങ്ങി ക്ഷുദ്ര ജീവികളായ ഈച്ച, ഉറുമ്പ് എന്നിവരെ എല്ലാവരും, ബ്രഹ്മാവ് മുതൽ ക്ഷുദ്രജീവികളായ ഈച്ച, ഉറുമ്പ് തുടങ്ങിയിട്ടുള്ള എല്ലാം കർമ്മബദ്ധന്മാരാണ്. സർവചരാചരങ്ങളും, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ ഭൂലോകത്തിലെ സർവചരാചരങ്ങളും ഓരോ കർമ്മം കൊണ്ട് കർമ്മബദ്ധരാണ്. പ്രളയം വരുന്നതുവരെ, ലോകാവസാനത്തിലുള്ള പ്രളയം വരുന്നതുവരെ ഭുവന സൃഷ്ടി നടത്തുകയെന്ന കർമ്മപാശത്തിൽ നിന്ന് വിമുക്തി നേടുവാൻ ബ്രഹ്മാവിന് പോലും സാധ്യമല്ല. ഇപ്പം ബ്രഹ്മന് പോലും സാധ്യമല്ല എന്ന് പറയുമ്പോൾ അസാധ്യം എന്ന് പറയുന്നതിൻ്റെ ഉച്ചസ്ഥാനമാണ് കവി. അതിനാണ് ബ്രഹ്മന് പോലും സാധ്യമല്ല എന്ന് പറയുന്നത്. അഷ്ടദിക്പാലകന്മാരും ഓരോ ദിക്കിലും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അല്പകർമ്മികളും അല്പായുസ്സുകളുമായ നമ്മളെപ്പോലുള്ള ജന്തുക്കളും ജനിച്ചും മരിച്ചും കർമ്മബന്ധനത്തിൽ കിടന്ന് വലയുന്നു. കർമ്മമാകുന്ന ബന്ധനത്തിൽ നാം എല്ലാം വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് പറഞ്ഞ പോലെ ബ്രഹ്മാവിന് പോലും കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തി നേടാൻ സാധ്യമല്ല. നിസ്സാര ജീവികളായ ഈച്ച, ഉറുമ്പ് എന്നിവയുടെയും സ്ഥിതി അത് തന്നെ. ഓരോ ബ്രഹ്മാവിനും ഒരു ബ്രഹ്മ പ്രളയം വരുന്നതുവരെ സൃഷ്ടികർമ്മം തുടർന്നുകൊണ്ട് ഇരിക്കേണ്ടതുണ്ട്. ഒരു ബ്രഹ്മാവിൻ്റെ അധികാര കാലത്തിൽ ഒരു ദീപരാർത്ഥം എന്ന് പറയുന്നു. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിവ ചേർന്നതാണല്ലോ ചതുർയുഗം. ഇതിൻ്റെ ദൈർഘ്യം 43,20,000 മനുഷ്യ വർഷമാണ് ചതുർയുഗത്തിൻ്റെ ദൈർഘ്യം എന്നാണ് നമ്മുടെ പൂർവികന്മാർ കണക്ക് കൂട്ടിയൊക്കെ വച്ചിട്ടുള്ളത്. ഇപ്രകാരം 1000 ചതുർയുഗങ്ങൾ ചേർന്നാണ് ഒരു കൽപ്പം അഥവാ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ. അപ്പോൾ അതിൻ്റെ ദൈർഘ്യം ഒന്ന് മനസ്സിലാക്കി നോക്കുക. അത്രയും കാലം രാത്രിയാണ്. അത് പ്രളയകാലം, ബ്രഹ്മപ്രളയം.
പ്രളയം കഴിഞ്ഞാൽ ദിനാദ്യത്തിൽ ബ്രഹ്മാവ് സൃഷ്ടികർമ്മം ആരംഭിക്കുന്നു. ബ്രഹ്മാവിൻ്റെ ഒരു അഹോരാത്രമെന്നാൽ അത് കണക്ക് കൂട്ടി വച്ചിരിക്കുന്നത് വളരെ വളരെ വലിയൊരു സംഖ്യയാണ്. അത് പിന്നീട് അതിനെപ്പറ്റി പറയാം. അങ്ങനെ 360 അഹോരാത്രങ്ങൾ ചേർന്നാൽ ഒരു ബ്രഹ്മവർഷം, 50 ബ്രഹ്മവർഷം ചേർന്നാൽ ഒരു ദിപരാർത്ഥം. അത്രയും കാലമാണ് ഒരു ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലം. കിഴക്കു തുടങ്ങി പ്രദക്ഷിണക്രമത്തിലുള്ള 8 ദിക്കുകളുടെ പാലകന്മാരാണ് ഇന്ദ്രൻ, വന്നി, പിതൃപതി, നിരുതി, വരുണൻ, മരുത്, കുബേരൻ, ഈശൻ എന്നിവർ. ഇവരെയാണ് അഷ്ടദിക്പാലകന്മാർ എന്ന് പറയുന്നത്. ഈ 8 പേർക്കും അതത് ദിക്കിൻ്റെ സംരക്ഷണമാണ് ചുമതലയായി നൽകപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ക്ഷേത്രങ്ങളുടെ കൊടിമരച്ചുവട്ടിൽ അഷ്ടദിക്പാലകരുടെ പ്രതിഷ്ഠ കാണാം. അതുമായി ബന്ധപ്പെട്ട കർമ്മത്തിൽ അവരും വ്യാപൃതരാണ്. അവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കർമ്മവും ആയുസ്സും എത്രയും തുച്ഛമാണ്. എങ്കിലും ജനിച്ചും മരിച്ചും നമ്മളും കർമ്മബദ്ധരായി കഴിയുന്നു. കവി ഇത്രയും വിശദമായി പറഞ്ഞുവെങ്കിലും എന്തിനാ ഇത്രയും കാടുകയറി പറയുന്നത് എന്ന് ചോദിക്കും. എല്ലാവരും കർമ്മബദ്ധരാണെന്ന ഉദാഹരണ സഹിതം ബ്രഹ്മാവിനെയും അഷ്ടദിക് പാലകന്മാരെയും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അവരുടെ കർമ്മങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് ബോധ്യപ്പെടുത്തി തരുവാനാണ് കവി ശ്രമിച്ചത്. അതിൽ കവി 100% വിജയിച്ചു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ വളരെ വലിയ കാര്യങ്ങളാണ് ഭക്തകവി പൂന്താനം കർമ്മത്തെപ്പറ്റി പറഞ്ഞു വയ്ക്കുന്നത്. എല്ലാവരും കർമ്മബദ്ധരാണ്. ഒരു കർമ്മം കൊണ്ടല്ലെങ്കിൽ മറ്റൊരു കർമ്മം കൊണ്ട്, ഒരാളോടല്ലെങ്കിൽ മറ്റൊരാളോട് സംസാര ചക്രത്തിൽ കർമ്മബദ്ധരായി ജീവിക്കുന്നു. ജനിച്ചും മരിച്ചും വീണ്ടും ജനിക്കുന്നു, മരിക്കുന്നു. മോക്ഷപ്രാപ്തി വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും നല്ലൊരു ശുഭദിനം, ശുഭസുദിനം നേരുന്നു. സന്തോഷപ്രദമായ ഒരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.